അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അവന്റെ വീട്ടിൽ നിന്ന് പോവായിട്ടാ. പഠിക്കുന്ന കാലത്ത് കോളേജിൽ നിന്നിട്ടാ ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയത്. ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആയെന്ന് ഞങ്ങൾക്ക് ഇന്നും അറിയില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ഒട്ടും വിചാരിക്കാതായിരിക്കും ജീവിതത്തിൽ നടക്കുക. ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഈ വർഷത്തിന് ഉയർന്ന ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. എനിക്ക് കൂട്ടുകാരില്ലേ എന്ന് കുറെ പേര് എന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കുറെ കൂട്ടുകാർ ഉണ്ടാക്കുന്നതിലല്ല കാര്യം, നമ്മളെന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ കുറവുകൾ കണ്ടു നിൽക്കാൻ പറ്റുന്നവരാണ് നമ്മുടെ കൂട്ടുകാർ. കാരണം ഇന്നും എന്റെ അവന്റെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നത് ഞാൻ കാരണമല്ല, അവൻ കാരണമാണ്. ഇവൻ വീട്ടിൽ കാലുദ്രകളും മുന്നോട് പറഞ്ഞത് ഇനി മുതൽ വീഡിയോസിലൊക്കെ അവനായിരിക്കണം മെയിനാണ്. പറ്റുന്ന പോലെ ഒക്കെ കഴിഞ്ഞ 2-3 വീഡിയോസിൽ ഞാൻ അവനെ കൊന്നിട്ടുണ്ട്. എന്നിട്ടും അവൻ ഹാപ്പിയാണ്. കഴിഞ്ഞ 2-3 ദിവസം ഇവൻ വീട്ടിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം ഒന്നുകൂടി എന്റെ കോളേജ് ലൈഫിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. അത്രയ്ക്കും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഞാനും ഇവനൊക്കെ കൂടി കോളേജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു കൂട്ടാത്ത ബിസിനസ്സുകളില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്യാത്ത യാത്രകളില്ല, പക്ഷെ ഇതിലൊന്നും നടന്നിട്ടുമില്ല. എന്തായാലും ഒരു കാലത്ത് ഞങ്ങൾ അതൊക്കെ സാധിച്ചെടുക്കും. ആ ഉറപ്പം തന്നിട്ടാണ് ഈ വണ്ടിയും കൊണ്ടാവാൻ പോണത് കേട്ടാ. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെയുള്ള നല്ല ഓർമ്മകളുടെ ഭാഗമാവാനാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പോലും.